എൻ്റെ ഒരു ചിരകാല സുഹൃത്താണ് കെ.എം. ഷാജഹാൻ. ഞാൻ ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലത്ത് അദ്ദേഹം അവിടെ BA പഠിക്കുന്നു. BA എക്കണോമിക്സ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്നും ഷാജഹാൻ ഒരു ധിക്കാരിയാണ്. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും മുഖഭാവവും ശരീരഭാഷയൊക്കെ ഒരു ധിക്കാരിയുടെയാണ്. ആരെയും വകവയ്ക്കുന്ന സ്വഭാവക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് തന്നെ ഒരു പാരുഷ്യം അന്നേ ഉണ്ട്. കാലാന്തരത്തിൽ അത് കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറയുകയുണ്ടായില്ല. ഒരു ആരുറപ്പുള്ള സഖാവാണ് എന്ന് പുള്ളി അന്നേ തെളിയിച്ചിട്ടുണ്ട്. അവിടെ SFIക്കാർ അത്ര അധികം ഇല്ലായിരുന്നു. ഉള്ളതിൽ ഗംഭീരന്മാരായ ആളുകളിൽ ഒരാളായിരുന്നു ഷാജഹാൻ. പിന്നെയാണ് മനസ്സിലായി ഷാജഹാൻ ചങ്ങനാശ്ശേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റായ KB മുഹമ്മദ് അലിയുടെ മകനാണ്. അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനാണ് പിൽക്കാലത്ത് കേരള സർവകലാശാല വൈസ് ചാൻസലറും മറ്റുമൊക്കെയായ പ്രസിദ്ധ ന്യൂറോളജിസ്റ്റ് നമ്മുടെ ഡോക്ടർ B. ഇക്ബാൽ. ഷാജഹാൻ UC കോളേജിൽ നിന്ന് പാസ്സായി പോയി. പിന്നെ കുറേ നാളത്തേക്ക് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും VSൻ്റെ ആരാധകരും പിന്തുണക്കാരുമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോഴും ഷാജഹാനെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഷാജഹാൻ എന്നെ ഏകദേശം ഓർമ്മയുണ്ട്. പിന്നെ VSൻ്റെ ഒരു പ്രധാന ആളായിട്ട് കൈയാളായിട്ട് നടന്നു. പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. പിന്നെ അദ്ദേഹം കർണാടക സംഗീതം പഠിച്ച് കച്ചേരി നടത്തി. പിണറായി വിജയൻ്റെ ഒരു വലിയ എതിരാളിയും വലിയ വിമർശകനുമായിട്ട് മാറി. ഞാൻ വിമർശിക്കുന്ന പോലെയല്ല. ഷാജഹാൻ്റെ വിമർശനം വെച്ചാൽ വളരെ പരുഷമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരുഷ്യം നേരത്തെയുണ്ട്. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് വല്ലാതെ വർദ്ധിക്കും. പക്ഷെ ആൾ വെറും പാവമാണ്, ശുദ്ധഗതിക്കാരനാണ്. ഉള്ളിൽ സ്നേഹം മാത്രം, നാളികേര പാകമാണ്. ചിരട്ട കഠിനമാണെങ്കിലും ഉള്ള് മധുരമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ്. രാഷ്ട്രീയമായിട്ട് അടുപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പരുഷമായ സംസാര ശൈലിയോട് എനിക്ക് അത്ര തന്നെ ഒരു യോജിപ്പ് തോന്നിയില്ല എന്ന് മാത്രം. അതേ സമയത്ത് VSനോടുള്ള സ്നേഹാദരവുകൾ ഞങ്ങൾ രണ്ടുപേർക്കും തുല്യമാണ്. പിണറായി വിജയനോടുള്ള എതിർപ്പും ഏതാണ്ട് തുല്യമാണ്. ഞങ്ങൾ രണ്ടുപേരും പറയുന്ന ഭാഷ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഏതായാലും ഷാജഹാനെ ആദ്യം പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. അത് നമ്മുടെ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞ പയ്യൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം കാണാൻ വേണ്ടി പോയതാണ്. പുള്ളി തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. പിന്നെ പുറത്ത് വന്നു. പിന്നെ അദ്ദേഹം LLB പരീക്ഷ എഴുതി പാസ്സായി. പിന്നെ അദ്ദേഹം വിമർശനം തുടർന്നു. അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഈ പറവൂർ വൈപ്പിൻ സംഭവം. വൈപ്പിൻ MLAയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ആരോപണം ഉയർന്നു വന്നു. ഷാജഹാൻ അത് ഏറ്റുപിടിച്ചു. അത് വലിയ വിവാദമായി. പിന്നെ ഇങ്ങനെ വിവാദമേ ഇല്ല എന്ന രീതിയിൽ CPMകാർ അത് വളരെ ഭംഗിയായിട്ട് അവർക്ക് മാത്രം കഴിയാവുന്ന ഒരു പ്രത്യേക രീതിയിൽ അതെല്ലാം ഒതുക്കി തീർത്ത് വാദി-പ്രതി അഥവാ പ്രതിവാദിയായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് ഊഹിക്കാം. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഷാജഹാനെ ഉടനെ തന്നെ പോലീസ് കൊണ്ടുപോകും. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ പരാതി പോലീസ് കൊടുത്തു. എറണാകുളം ജില്ലയിലെ MLAമാരും ഒരു പരാതി കൊടുത്തു. ഷാജഹാനെതിരായിട്ട് പരാതി കൊടുക്കാത്ത ഒരാളെ എൻ്റെ അറിവിൽ നമ്മുടെ വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണൻ മാത്രമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ അറിയാമല്ലോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നും ആരാണ് ഈ വിവരം ഷാജഹാൻ്റെ ചെവിയിലെത്തിച്ചത് എന്നും. അത് വേറെ ആർക്കറിയില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ അറിയാം. ഉണ്ണികൃഷ്ണൻ അറിയാമെന്നുള്ള കാര്യം ഷാജഹാനും അറിയാം, എനിക്കും അറിയാം, എന്നെപ്പോലുള്ള ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ സംയമനം പാലിച്ചു, അഥവാ മിതത്വം പാലിച്ചു. മറ്റുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ PV ശ്രീനിജൻ അല്ലെങ്കിൽ ആൻ്റണി ജോൺ MLAക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. അവർ പരാതി എഴുതി കൊടുത്തു. പോലീസ് പരാതി കിട്ടിയ വഴി തന്നെ അന്വേഷണം തുടങ്ങി. ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. അതറിഞ്ഞ് ഇവിടുത്തെ ഒരുപാട് സഖാക്കന്മാർ ഷാജഹാനോട് മറ്റു തരത്തിൽ വിരോധമുള്ള ആളുകളൊക്കെ കോരിത്തരിച്ചു. അവരൊക്കെ കൈയടിച്ചു. ഇതാ ഷാജഹാൻ ഇത്തവണ കൂട്ടി എന്നെല്ലാവരും സമാധാനിച്ച് സന്തോഷിച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മജിസ്ട്രേറ്റ് ഷാജഹാന് നിസ്സാരമായിട്ട് ജാമ്യം കൊടുത്തു. പോലീസിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ പോലീസ് ചൂളിപ്പോയി എന്നാണ് നമ്മുടെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല, പോലീസുകാരങ്ങനൊന്നും ചൂളുന്നവരല്ല എന്നാണ് എൻ്റെ അനുഭവം. ഏതായാലും ഷാജഹാൻ ജാമ്യത്തിൽ ഇറങ്ങി. അദ്ദേഹം ഇപ്പോൾ നെഞ്ചു വിരിച്ച് പഴയ പോലെ തന്നെ തുടരുകയാണ്. ഇനി എന്ത് കുറ്റത്തിനായിരിക്കും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അതവിടെ നടക്കട്ടെ. ഞാൻ പറയാൻ വന്ന അതല്ല. ഈ ഷാജഹാന് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സഖാക്കന്മാർ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ആഘോഷം തുടങ്ങി. ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ വിളിച്ച് കത്തിക്കാൻ. അതിനിടയിൽ നമ്മുടെ നാട്ടിലൊരു പ്രമുഖ ബുദ്ധിജീവി, വലിയ ബുദ്ധിജീവിയാണ്, വലിയൊരു CPMകാരൻ, ഇടക്കാലത്ത് മന്ത്രി തോമസ് ഐസക്കിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ പുള്ളിയുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. ഞാൻ സത്യത്തിൽ അതിനെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഷാജഹാന് ജാമ്യം കിട്ടിയതല്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഷാജഹാനെതിരായിട്ടുള്ള ചാർജ് വളരെ ദുർബലമാണ്. ജാമ്യം കിട്ടില്ല, യാതൊരു അത്ഭുതവുമില്ല. എന്തുവാട്ടെ, ഈ ഷാജഹാനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നില്ല എന്നാണ് പറഞ്ഞത്.
പുള്ളി പറഞ്ഞ ഷാജഹാൻ എന്ത് ചെയ്യണം എന്ന് പുള്ളി തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. പണ്ട് നിലന്തല്ലി എന്ന് പറഞ്ഞ ഒരു കാർഷിക ഉപകരണമുണ്ട്. അത് ഈ പാടത്ത് കട്ട ഉടക്കാൻ വരമ്പ് ഉറപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം. അത് വെച്ച് ഷാജഹാൻ്റെ മുഖം തല്ലിപ്പൊളിക്കണം എന്നാണ് ഈ സഖാവിൻ്റെ ആഹ്വാനം. പുള്ളിയായിട്ട് ചെയ്യില്ല. ഇത് വായിച്ച് ഏതെങ്കിലും അന്തം കമ്മി ഷാജഹാനെ പിന്നെ നിലന്തല്ലിയുമായി പുറകെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം അടിച്ച് പൊളിക്കണം. പൊളിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം പൊളിക്കുന്ന അന്തം കമ്മിക്ക് മാത്രമേ. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമില്ല. പുള്ളിക്ക് വെറുതെ ഇങ്ങനെ സാമൂഹ്യ വിമർശനം നടത്തുന്ന ജോലി മാത്രം. ആ സാമൂഹ്യ വിമർശനം കേട്ട് ഏതെങ്കിലും ഒരുത്തം പോയിട്ട് ഷാജഹാൻ്റെ മുഖം തല്ലി പൊളിക്കണം. തല്ലി പൊളിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ പിണറായി പോലീസ് ആയതുകൊണ്ട് പേടിക്കാനില്ല. ആ ധൈര്യസമേതം 1-2 ദിവസം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ട, സബ് ജയിലിൽ കിടക്കേണ്ട, ഒരു 3-ാം ദിവസം ജാമ്യം കിട്ടും. അല്ലെങ്കിൽ ഷാജൻ സ്കർഗിയ തല്ലിയവന്മാരുടെ പോലെ അന്ന് ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട്. അതൊന്നും പുള്ളി വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യണം എന്ന് പുള്ളി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എനിക്കത് വായിച്ചപ്പോൾ വലിയ രോമാഞ്ചമുണ്ട്. ആ പാർട്ടിയുടെ പാരമ്പര്യം പുള്ളി കാത്തല്ലോ എന്നാലോചിച്ചു. ഇതേ ന്യായം ഉപയോഗിച്ചിട്ടാണ് ഈ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുകൂട്ടി പോകുന്നത്. ഇതേ ന്യായം ഇദ്ദേഹം കണ്ടുപിടിച്ചുമല്ല, പിണറായി കണ്ടുപിടിച്ചുമല്ല, എളമരം കരീം കണ്ടുപിടിച്ചുമല്ല, പി ജയരാജൻ കണ്ടുപിടിച്ചുമല്ല. പാർട്ടിയുടെ തുടക്കകാലം തൊട്ട് ഇങ്ങനെയാണ്. ഇതേ ന്യായം ഉപയോഗിച്ചിട്ടാണല്ലോ സഖാവ് സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ നിതാന്ത എതിരാളിയായിരുന്ന ട്രോട്സ്കിയെ റഷ്യയിൽ നിന്ന് ആദ്യം ഓടിച്ചു. ഇയാൾ ജീവനും കൊണ്ട് മെക്സിക്കോയിൽ ചെന്നതിന് ശേഷം സ്പെയിനിൽ നിന്ന് വാടകയ്ക്കെടുത്ത ഒരു കൊലയാളിയെ മെക്സിക്കോയിൽ വിട്ട് ഐസാക്സ് കൊണ്ട് തല വെട്ടിപ്പൊളിച്ചാണ് കൊന്നത്. ട്രോട്സ്കി സ്റ്റാലിൻ്റെ ജീവചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വെട്ടുവരുന്നത്. സ്റ്റാലിൻ്റെ ജീവചരിത്രത്തിലേക്കാണ് ട്രോട്സ്കിയുടെ ചോര വീഴുന്നത്. എത്ര പ്രതീകാത്മകമായ അന്ത്യം എന്ന് ആലോചിച്ചു. അപ്പോൾ സ്റ്റാലിൻ അവിടെ കൊണ്ട് നിർത്തിയില്ല. സ്റ്റാലിൻ ഒരു മനോഹരമായ പ്രസ്താവന പുറപ്പെടുവിച്ചു. പ്രസ്താവന പറഞ്ഞത് ഈ ട്രോട്സ്കിയുടെ ഒരു ആരാധകനാണ് അദ്ദേഹത്തെ കൊന്നത്. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, സോവിയറ്റ് യൂണിയൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല, വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്നാണ് സ്റ്റാലിൻ സഖാവ് പറഞ്ഞത്. കേട്ടവരെല്ലാവരും വിശ്വസിച്ചു. കാരണം പറയുന്ന സ്റ്റാലിനാണ്, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനിൽ നിന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഇയാൾക്ക് 20 കൊല്ലം കഠിന തടവ് കിട്ടി. ഇവിടെ കൊടിസുനിക്കാൻ കിട്ടിയ പോലെ. ആ ട്രൗസർ മനോജ്, കിർമാണി മനോജ് എന്നിവരുടെയൊക്കെ അവസ്ഥയിൽ 20 കൊല്ലം പുള്ളി ആ ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പുള്ളി നേരെ മെക്സിക്കോയിൽ നിന്ന് വിമാനം കയറി പോയത് സോവിയറ്റ് യൂണിയനിൽ കയറി. അപ്പോഴത്തേക്ക് സ്റ്റാലിൻ മരിച്ചു കഴിഞ്ഞു. ക്രൂഷ്ചേവാണ് അധികാരത്തിൽ. ക്രൂഷ്ചേവ് അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ്റെ പരമോന്നത ബഹുമതി ഹീറോ ഓഫ് സോവിയറ്റ് യൂണിയൻ കൊടുത്ത് ഇദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. നിലന്തല്ലി കൊണ്ട് മുഖം അടിച്ച് പൊളിക്കണം എന്ന് പറയുന്നവർ ഈ ധീര പാരമ്പര്യത്തിൽ ഉൾപ്പെട്ടവരാണ്. ആരെങ്കിലും മുഖം അടിച്ച് പൊളിച്ചു കഴിഞ്ഞാൽ ഈ പൊളിച്ചവന് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല, അവന് പാർട്ടിക്കാർക്ക് അറിയാനേ പാടില്ല, അവനെ കഴിഞ്ഞ മുമ്പത്തെ മാസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന പ്രസ്താവനയുമായിട്ട് ഈ ബുദ്ധിജീവി അടക്കമുള്ള ആളുകൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഷാജഹാൻ ജാമ്യത്തിലിറങ്ങിയ സ്ഥിതിക്ക് അല്പം സൂക്ഷിക്കണം നല്ലതാണ്. കാരണം നിലന്തല്ലി കൊണ്ടുള്ള തല്ല് എപ്പോഴേക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം യവനെപ്പോലുള്ള ഇരപ്പാളികളാണ് ഇപ്പോൾ CPM-ൻ്റെ ബുദ്ധിജീവികളായിട്ടിരിക്കുന്നത്. ലാൽ സലാം എന്ന് മാത്രമേ പറയുള്ളൂ. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.